വാക്സിനേഷൻ ഇന്ദ്രധനുഷ് അറ്റ് ബർത്തിൽ BCG ഓറൽ പോളിയോ ഹെപ്പറ്റൈറ്റിസ് ബി 6 ആഴ്ച കഴിയുമ്പോഴത്തേന് ഓറൽ പോളിയോ വാക്സിൻ 1, പെൻഡാവാലൻ്റ് 1, റോട്ടാ വൈറസ് 1, FIPV1, അതുപോലെ തന്നെ പോളി കോൺജുഗേറ്റ് വാക്സിൻ 1. 10ാമത്തെ വീക്കിൽ OPV2, പെൻഡാവാലൻ 2, റോട്ട 2. 14 വീക്സിൽ OPV3, പെൻഡാവാലൻ്റ് 3, റോട്ട 3, FIPV2, PCV2. 9ാം മാസത്തിൽ മീസിൽസ് 1, MR1, വിറ്റാമിൻ എ, ജാപ്പനീസ് എൻസെഫലൈറ്റിസ് 1, PCVB, FIPV3. 16 to 24 ഡിഫ്തീരിയ, പെർട്ടൂസിസ്, ടെറ്റനസ് ഫസ്റ്റ് ബൂസ്റ്റർ ഡോസ്, ഓറൽ പോളിയോ വാക്സിൻ ബൂസ്റ്റർ ഡോസ്, മീസിൽസ് 2, MR2, ജാപ്പനീസ് എൻസെഫലൈറ്റിസ് 2. 5 to 6 years DPT സെക്കൻഡ് ബൂസ്റ്റർ, 10 to 16 TD. പ്രഗ്നൻറ്റ് വുമൻസിൽ TD1 early, TD2 4th വീക്കിൽ, അതുപോലെ തന്നെ ആഫ്റ്റർ പ്രഗ്നൻസി 4th വീക്കിൽ. പിന്നെ ഇതിൻ്റെ അകത്ത് എവിടെയൊക്കെയാണ് ഇഞ്ചക്ഷൻ ചെയ്യുന്നത്? ഓറൽ റോട്ടാ വൈറസ് 5 drops ആണ്. OPV ഓറൽ പോളിയോ വൈറസ് 2 drop, റോട്ടാ 5 drop. പിന്നെ ലെഫ്റ്റ് അപ്പർ ആമിൽ കൊടുക്കേണ്ടത് BCG ഇൻട്രാഡെർമൽ 0.1 ml ടിൽ ബർത്ത് ടിൽ 1 month 0.05 ml. FIPV3 ഇൻട്രാഡെർമൽ 0.1 ml ഉള്ളി 3rd ഡോസ്. ഇനി റൈറ്റ് അപ്പർ ആമിൽ മീസിൽസ്, റുബെല്ല സബ്ക്യൂട്ടേനിയസ് 0.5 ml. FIPV1, FIPV2 ഇൻട്രാഡെർമൽ 0.1 ml. അതുപോലെ തന്നെ ആൻറ്റിരോ ലാറ്ററൽ ആസ്പെക്റ്റ് ഓഫ് റൈറ്റ് തൈ ന്യൂമോകോക്കൽ കോൺജുഗേറ്റ് വാക്സിന് 0.5 ml IM. ആൻറ്റിരോ ലാറ്ററൽ ആസ്പെക്റ്റ് ഓഫ് ദ തൈ ലെഫ്റ്റിൽ പെൻഡാവാലൻ്റ് ഓർ DPT വാക്സിന് IM 0.5 ml. അതുപോലെ തന്നെ ഹെപ്പറ്റൈറ്റിസ് ബി IM 0.5 ml. ജാപ്പനീസ് എൻസെഫലൈറ്റിസ് കിൽഡ് IM 0.5 ml. അടുത്തൊരു ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഇഷ്യൂസ് ഇൻ എ ഹെൽത്ത് ക്വാളിറ്റി ഓഫ് ഹെൽത്ത് പ്രൊവൈഡ്. അത് ഇഷ്ക്വാര ഡയഗ്രാം ഓർ ഫിഷ് ബോൺ ഡയഗ്രാം വെച്ചിട്ടാണ് പറയുന്നത്. ഡോക്ടേഴ്സ്, പിന്നെ ഒരു ഹോസ്പിറ്റലിൽ ഡോക്ടേഴ്സ് എത്രമാത്രം ഡോക്ടേഴ്സ് ഉണ്ട്, സൂപ്പർ സ്പെഷ്യാലിറ്റി ഡോക്ടേഴ്സ് ഉണ്ടോ, അതുപോലെ ആംബിയൻസ് ആൻഡ് എഫക്റ്റ്. മൾട്ടിപ്പിൾ ലോജിസ്റ്റിക് റിഗ്രഷൻ മോഡൽ എന്ന് പറയുന്നത് പ്രെഡിക്റ്റ് ക്വാണ്ടിറ്റിയാണ്. ബാർ ഗ്രാഫും ക്വാണ്ടിറ്റിയാണ്. സ്കാറ്റർഗ്രാം റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ 2 ക്വാണ്ടിറ്റിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, 100 എക്സ്റേ ചെയ്തു 2 ഡോക്ടേഴ്സ്. അതിൻ്റെ അകത്ത് കാപ്പ സ്റ്റാറ്റിക് 0.71 ആണ്. അതിൻ്റെ ലെവൽ ഓഫ് അഗ്രിമെൻറ്റ് എന്ന് പറഞ്ഞാൽ കാപ്പ സ്റ്റാറ്റിക് എന്ന് പറയുന്നത് ഇപ്പം 100 എക്സ്റേ ചെയ്തു 2 ഡോക്ടേഴ്സ്, A and B 2 ഡോക്ടേഴ്സ്. അതിൻ്റെ അകത്ത് ലീഷൻസ് കണ്ടു, അത് ഏസ് കൊടുക്കും. ലീഷൻസ് കണ്ടില്ല, നോ. അതുപോലെ തന്നെ B ഡോക്ടർ ലീഷൻസ് കണ്ടെങ്കിൽ ഏസ് അല്ല, നോ. അതിൻ്റെ അകത്ത് മോർ ദാൻ 0.6 ഗുഡാണ്, 0.8 സ്ട്രോങ്, അതും 0.8 മോർ ദാൻ ഇത് സ്ട്രോങ് ആണ്. കാപ്പ കണ്ടുപിടിക്കുന്ന ഒബ്സർവ്ഡ് അഗ്രിമെൻറ്റ് മൈനസ് എക്സ്പെക്റ്റഡ് അഗ്രിമെൻറ്റ് ഡിവൈഡ് ബൈ ടോട്ടൽ അഗ്രിമെൻറ്റ് ബൈ മൈനസ് എക്സ്പെക്റ്റഡ് അഗ്രിമെൻ്റ് ആണ്. കോഹൻസ് കാപ്പ ലെവൽ ഓഫ് അഗ്രിമെൻറ്റ്, ടെൻഡാൽ സ്റ്റാവ് ഓർഡിനൽ ഡേറ്റ, പിയേഴ്സൺ കോറിലേഷൻ ക്വാണ്ടിറ്റേറ്റീവ് പാരാമെട്രിക് ആണ്. എപ്പിഡമിയോളജിക്കൽ മെത്തേഡ് തന്നെ ഒബ്സർവേഷൻ സ്റ്റഡി ഉണ്ട്, എക്സ്പെരിമെൻ്റൽ സ്റ്റഡി ഉണ്ട്. ഒബ്സർവേഷൻ സ്റ്റഡി എന്ന് പറഞ്ഞാൽ ഡിസ്ക്രിപ്റ്റീവ് സ്റ്റഡി ഉണ്ട്, അനലിറ്റിക്കൽ സ്റ്റഡി ഉണ്ട്. ഡിസ്ക്രിപ്റ്റീവ് സ്റ്റഡിയാണ് കേസ് കൺട്രോളും കേസ് സീരീസും. ഓക്കെ, കേസ് സ്റ്റഡിയും കേസ് സീരീസും ഡിസ്ക്രിപ്റ്റീവ് സ്റ്റഡി. അനലിറ്റിക്കൽ സ്റ്റഡി എന്ന് പറയുന്നത് ക്രോസ് സെക്ഷൻ സ്റ്റഡി, എക്കോളജിക്കൽ, കേസ് കൺട്രോൾ, കോഹോർട്ട്. കേസ് കൺട്രോൾ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും റിട്രോസ്പെക്റ്റീവായിട്ടാണ് കേസ് കൺട്രോൾ സ്റ്റഡി. റിട്രോസ്പെക്റ്റീവ് ഇന്നത്തെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ ആണ് എന്ന് പറഞ്ഞാൽ റിട്രോസ്പെക്റ്റീവ്. ഒരാൾക്ക് ഡിസീസ് ഉണ്ടായി അല്ലെങ്കിൽ ഡിസീസ് ഉണ്ടായില്ല, ആ ഡിസീസ് തുടങ്ങിയിട്ട് എഫക്റ്റീവ് എന്നൊരു കോസ് കണ്ടുപിടിക്കുകയാണ്. അതിൻ്റെ അകത്ത് ഓഡ്സ് റേഷ്യോ കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ എവിഡൻസ് ബേസ്ഡ് മെഡിസിൻ്റെ മെറ്റാ അനാലിസിസ്, സിസ്റ്റമിക് റിവ്യൂ ഉണ്ട്, എക്സ്പെരിമെൻ്റ് റാൻഡമൈസ്ഡ്, നോൺ റാൻഡമൈസ്ഡ്. പിന്നെ അതുപോലെ തന്നെ കോഹോർട്ട് സ്റ്റഡി എന്ന് പറയുന്നത് പ്രോസ്പെക്റ്റീവ് സ്റ്റഡിയാണ്, ലോഞ്ചിറ്റ്യൂഡിനൽ സ്റ്റഡിയാണ്. കാരണം റിസ്ക് ഫാക്ടറിൽ നിന്ന് ഡിസീസ് അല്ലേ എന്ന് പറഞ്ഞാൽ എഫക്റ്റിൽ നിന്ന് കോസിലേക്ക് പോകുന്നതാണ്. നമുക്ക് റിസ്ക് റേഷ്യോ, ആട്രിബ്യൂട്ടൽ റിസ്ക് റേഷ്യോ, മൾട്ടിപ്പിൾ ഔട്ട്കം ക്യാൻ ബി അസസ് ചെയ്യാം, റെയർ റിസ്ക് എഫക്റ്റ് കണ്ടുപിടിക്കാം, കോസ്റ്റ് എഫക്റ്റ് കണ്ടുപിടിക്കാൻ പറ്റും. അടുത്തൊരു ക്വസ്റ്റ്യൻ, പ്രിവലൻസ് ഓഫ് എ ഡിസീസ്. ഒരു സ്ഥലത്തെ പ്രിവലൻസ് കണ്ടുപിടിക്കുന്നത് ക്രോസ് സെക്ഷൻ സ്റ്റഡിയിൽ നിന്നുമാണ്. പുതിയ ഇൻസിഡൻസ്, പുതിയ കേസുകൾ കണ്ടുപിടിക്കുന്നത് നമ്മളത് കോഹോർട്ട് സ്റ്റഡിയാണ്. കാരണം അത് പ്രോസ്പെക്റ്റീവ് സ്റ്റഡിയാണല്ലോ. കോസ് ടു എഫക്റ്റ് അത് എന്താണ്?
ഒരു റിസ്ക് ഫാക്ടർ കോസ് ഉണ്ട്, അതിന് എഫക്റ്റ്, അതും കോഹോർട്ട് സ്റ്റഡിയാണ്. മൾട്ടിപ്പിൾ റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്, അത് കേസ് കൺട്രോൾ സ്റ്റഡിയാണ് കേട്ടോ. മൾട്ടിപ്പിൾ ഔട്ട്കം ഉണ്ടെങ്കിൽ അത് കോഹോർട്ട് സ്റ്റഡിയാണ്. ഓക്കെ. നാച്ചുറൽ കോഴ്സസ് ഓഫ് ഡിസീസ് അത് കോഹോർട്ട് സ്റ്റഡിയാണ്. പ്രോസ്പെക്റ്റീവ് സ്റ്റഡിയാണ്. റെയർ റിസ്ക് ഫാക്ടേഴ്സും കോഹോർട്ട് സ്റ്റഡിയാണ്. റെയർ ഔട്ട്കം ഉണ്ടാകുന്നത് അത് കേസ് കൺട്രോൾ സ്റ്റഡിയാണ്. റെയർ ഇൻവെസ്റ്റിഗേഷൻ നെസ്റ്റഡ് കേസ് കൺട്രോളാണ്. കോറിലേഷൻ ബിറ്റ്വീൻ 2 വേരിയബിൾ സൈക്കോളജിക്കൽ സ്റ്റഡിയാണ്. താങ്ക് യു.